ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു. പക്ഷേ ആ ശിക്ഷ നടപ്പാകുമോ? കേരളത്തിലെ ഡെത്ത് റോയിലെ പേരുകൾ നീതിന്യായ വ്യവസ്ഥയുടെ വേഗത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയാവുകയാണ്. വിവിധ ജയിലുകളിൽ ശിക്ഷ കാത്തു കിടക്കുന്നത് 38 പേരാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്നവരുടെ എണ്ണമാണ് 38ആയി വർദ്ധിച്ചിരിക്കുന്നത്. കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഈ ശിക്ഷ യഥാർത്ഥത്തിൽ എപ്പോൾ നടപ്പിലാക്കും? കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ പട്ടികയിൽ വാർത്തകളിലൂടെ സുപരിചിതമായ നിരവധി കേസുകളുണ്ട്. ഷാരോൺ രാജ് വധക്കേസിലെ ഗ്രീഷ്മ, മുള്ളൂർ ശാന്തകുമാരി കൊലക്കേസിലെ റഫീഖ ബീവി, ഷെഫീഖ്, അല്ലമീൻ, ആലപ്പുഴ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ച പ്രതികൾ തുടങ്ങിയ കേസുകൾ വർഷങ്ങളായി നിയമ നടപടിയിലൂടെ കടന്നുപോവുകയാണ്. ഇവയിൽ ചില കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീലുകൾ തുടരുന്നതുകൊണ്ട് തന്നെ അന്തിമ നിയമസ്ഥിതി ഇനിയും തീർന്നിട്ടില്ല. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് 1991 റിപ്പർ ചന്ദ്രനായിരുന്നു. അതിനുശേഷം നിരവധി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും അപ്പീലുകളും ദയാഹർജികളും നീണ്ടു നിൽക്കുന്ന നിയമ നടപടികളും കാരണം ഒരു വധശിക്ഷ പോലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെയാണ് പൊതുസമൂഹത്തിന്റെ ചോദ്യം ശക്തമാകുന്നത്. കോടതി ഏറ്റവും കഠിനമായ ശിക്ഷ വിധിച്ചിട്ടും അത് പതിറ്റാണ്ടുകളോളം അന്തിമഘട്ടത്തിൽ എത്താതെ കിടക്കുന്നത് നീതിയുടെ ലക്ഷ്യം പൂർണ്ണമാക്കുന്നുണ്ടോ, അതോ ശിക്ഷയുടെ ഭയത്തെ തന്നെ ഇല്ലാതാക്കുന്നുണ്ടോ? അതേസമയം എല്ലാ പ്രതികൾക്കും അപ്പീലിനും ദയാഹർജിക്കും അവസരം നൽകുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമപരമായ അവകാശം കൂടിയാണ്. എന്നാൽ ആ നടപടികൾ വർഷങ്ങളോളം നീളുമ്പോൾ ഇരകളുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും വൈകുന്ന നീതി നിഷേധത്തിന് തുല്യം തന്നെയല്ലേ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ്. ചെന്താമരയുടെ കേസും ഈ ചർച്ചയെ വീണ്ടും ശക്തമാക്കുകയാണ്. കോടതി വിധിക്കുന്ന ശിക്ഷ നിയമപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സമയബന്ധിതമായി അന്തിമ തീരുമാനത്തിലെത്തുന്ന സംവിധാനം ഉണ്ടാകുമ്പോഴേ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തമാകൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.